ഹദീസ് പഠനം ഓഡിയോ നമ്പർ 4. ഹദീസ് 15. അൻ അൽഖമ വൽ അസ്വദ് ഖാല ഉതിയ അബ്ദുല്ലാഹി ഫി റജുലിൻ തസവ്വജ ഇംറഅതൻ വലം യഫ്രിദ് ലഹാ ഫതുഫിയ ഖബ്ല അൻ യദ്ഖുല ബിഹാ ഫഖാല അബ്ദുല്ലാഹ് സലു ഹൽ തജിദൂന ഫിഹാ അസറൻ ഖാലു യാ അബാ അബ്ദുറഹ്മാൻ മാ നജിദ് ഫിഹാ യാനി അസറൻ. അൻ അൽഖമ വൽ അസ്വദ്, അൽഖമ അസ്വദ് എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്നു, അവരിൽ നിന്നുള്ള നിവേദനം. ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, ഉതിയ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് സമർപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു വിഷയം വന്നു എന്നുള്ളതാണ്. ഫി റജുലിൻ, ഒരു വ്യക്തിയുടെ വിഷയത്തിൽ, ഒരു പുരുഷൻ്റെ, തസവ്വജ ഇംറഅതൻ, അദ്ദേഹം ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു, വലം യഫ്രിദ് ലഹ, അവൾക്ക് മഹർ എന്താണെന്നുള്ളത് നിർണിതമാക്കി നിശ്ചയിച്ചില്ല. ഫതൂഫിയ, അങ്ങനെ അദ്ദേഹം മരിച്ചു, ഈ കല്യാണം കഴിച്ച ആൾ മരിച്ചു. ഖബ്ല അൻ യദ്ഖുല ബിഹ, അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പാണ് മരിച്ചത്, അങ്ങനെ മരിച്ചു. ഫഖാല അബ്ദുല്ലാഹ്, ഇതേ സംബന്ധിച്ചാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടത്. അപ്പോൾ ആ സ്ത്രീക്ക് ഇദ്ദ ആചരിക്കണോ, ആ സ്ത്രീയുടെ മീറാസ്, അനന്തരാവകാശം, ആ സ്ത്രീയുടെ അവകാശങ്ങളൊക്കെ സംബന്ധിച്ചാണ് ചോദ്യം. അപ്പോൾ ഇത് ചില റിപ്പോർട്ടുകളിൽ കാണാം, ഇവർ പലതവണ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഈ വിഷയമായിട്ട് വന്നിട്ടുണ്ട് എന്ന്. ഏതായാലും അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സലു, നിങ്ങൾ ചോദിക്കൂ, ഹൽ തജിദൂന ഫിഹാ അസറൻ, ഇതിൽ എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടോ, അസറുണ്ടോ? ഖാലു യാ അബാ അബ്ദുറഹ്മാൻ, ഓ അബു അബ്ദുറഹ്മാൻ, മാ നജിദ് ഫിഹാ യാനി അസർ, അതിൽ ഞങ്ങളൊന്നും കണ്ടില്ല, അതായത് ഒരു അസറൊന്നും കണ്ടില്ല എന്ന്. ഖാല, റിപ്പോർട്ടർ പറയുന്നു, അഖൂലു ബിറഈ, അങ്ങനെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, റിപ്പോർട്ടർ അല്ല, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അഖൂലു ബിറഈ, ഞാൻ എൻ്റെ അഭിപ്രായം പ്രകാരം പറയുന്നു, ഫഇൻ കാന സവാബൻ ഫമിനല്ലാഹ്, അത് സത്യമാണ്, ശരിയാണ് എങ്കിൽ, ഞാൻ പറഞ്ഞത് ശരിയാണ് എങ്കിൽ അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. എന്താന്നിട്ട് വിധി പറഞ്ഞത്, ലഹാക്ക മഹരി നിസാഇഹ, ആ സ്ത്രീക്ക് അവരുടെ സ്ത്രീകളെ പോലെ, അതായത് അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെ പോലെ, അവരുടെ സഹോദരി അല്ലെങ്കിൽ അവരുടെ അക്കാരിബ് ഒക്കെ ബന്ധുക്കൾ, അതുപോലെ സമാനമായിട്ടുള്ള മഹർ അവൾക്ക് അവകാശം ഉണ്ടായിരിക്കും. ലാ വക്സ വലാ ഷത്തത, വക്സ പറഞ്ഞാൽ കുറവ്, ഷത്തത്ത് പറഞ്ഞാൽ സിയാദത്ത്, കൂടുതൽ, അതിൽ കൂടുതലുമില്ല കുറവുമില്ല, കൂടുതലും വേണ്ട കുറവും വേണ്ട. വലഹ അൽ മീറാസു, അതേപോലെ അവർക്ക് അനന്തരാവകാശം ഉണ്ടായിരിക്കും, ഭർത്താവ് മരിച്ചാലുള്ള നിയമപ്രകാരമുള്ള അനന്തരാവകാശം അവൾക്കുണ്ടായിരിക്കും. വ അലിഹ അൽ ഇദ്ദ, അതേപോലെ അവൾക്ക് ഇദ്ദ ആചരിക്കുകയും വേണം, അവൾ ഇദ്ദ ആചരിക്കണം, ഭർത്താവ് മരിച്ച സ്ത്രീ 4 മാസം 10 ദിവസം ഇദ്ദ ആചരിക്കണം എന്ന്. ഫഖാമ റജുലുൻ മിൻ അഷ്ജാ, അപ്പോൾ അഷ്ജായികളിൽപ്പെട്ട ഒരു ആൾ എണീറ്റ് നിന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫി മിസ്ലി ഹാദ, ഇതുപോലത്തെ വിഷയത്തിൽ ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീന, ഞങ്ങളിൽ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി നടത്തിയിട്ടുണ്ട്. ഫി ഇംറഅത്തിൻ, ഒരു സ്ത്രീയുടെ വിഷയത്തിൽ, യുഖാലു ലഹ ബിർവാ ബിന്തു വാഷിഖ്, വാഷിഖിൻ്റെ പുത്രി ബിർവാ എന്നാണ് അവർ അറിയപ്പെടുന്നത്, ബിർവാ ബിന്തു വാഷിഖ് എന്ന് പറയപ്പെടുന്നത്. തസവ്വജത്ത് റജുലൻ, ആ സ്ത്രീ ഒരു പുരുഷനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു. ഫമാത്ത, അങ്ങനെ ആ പുരുഷൻ മരിച്ചു. ഖബ്ല അൻ യദ്ഖുല ബിഹാ, അവളുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ്. ഫഖദാ ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവൾക്ക്, ആ സ്ത്രീക്ക് വിധിച്ചു, ബി മിസ്ലി സ്വദാഖി നിസാഇഹ, മഹ്ർ മിസ്ലി, അതായത് അവരുടെ സ്ത്രീകളുടെ, കുടുംബത്തിലെ സ്ത്രീകളുടെ മഹർ പോലത്തെ മഹർ. വലഹ അൽ മീറാസു, അവർക്ക് അനന്തരാവകാശം വിധിച്ചു. വ അലിഹ അൽ ഇദ്ദ, അവൾ ഇദ്ദ ആചരിക്കണമെന്നും വിധിച്ചു. ഫ റഫ അബ്ദുല്ലാഹ് യദൈഹി കബ്ബറ, അപ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൻ്റെ 2 കൈകളും ഉയർത്തി തക്ബീർ ചൊല്ലി. കാരണം താൻ നടത്തിയ വിധിയിലുള്ള സന്തോഷത്തിൽ, ആ വിധി സമാനമായ വിധി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയെന്ന് പറഞ്ഞപ്പം താൻ നടത്തിയത് വിധി ശരിയാണെന്ന് മനസ്സിലായല്ലോ, അതിലുള്ള സന്തോഷം കൊണ്ട്. അടുത്തത്, ഇത് മുസ്നദ് അബി ഹനീഫയിൽ ഇതിൻ്റെ ആശയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. ഇവിടെ കൊടുത്തത് നസായിയുടെ റിപ്പോർട്ടാണ്. ഹദീസ് 16. അൻ അബ്ദുല്ലാഹ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യുസല്ലിമു അൻ യമീനിഹി വ അൻ യസാരിഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
ഹത്താ യുറ ബയാദു ഹദ്ദിഹി മിൻ ഹാഹുന ഒ ബയാദു ഹദ്ദിഹി മിൻ ഹാഹുന. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് അന്നഹു കാന യുസല്ലിമു, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വിട്ടാറുണ്ടായിരുന്നു, അൻ യമീനിഹി നബി അവറുകളുടെ വലതു ഭാഗത്തേക്കും, അൻ യസാരിഹി നബി അവറുകളുടെ ഇടതു ഭാഗത്തേക്കും. അതായത് നിസ്കാരം തീരുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, രണ്ട് ഭാഗത്തേക്കും സലാം വിട്ടിരുന്നു. ഹത്താ യുറ കാണപ്പെടുന്നതുവരെ ബയാദു ഹദ്ദിഹി അവിടുത്തെ കവിളിൻ്റെ വെളുപ്പ്, മിൻ ഹാഹുന ഈ ഭാഗത്ത് നിന്നും, ഓ ബയാദു ഹദ്ദിഹി മിൻ ഹാഹുന അതായത് ഈ ഭാഗത്ത് നിന്നും, ഇപ്പോൾ രണ്ട് ഭാഗത്ത് നിന്നും കവിളിൻ്റെ വെളുപ്പ് വെളിവാകുവോളം എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ സലാം ഉണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ, രക്ഷ ഉണ്ടാവട്ടെ, വറഹ്മത്തുള്ളാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നതാണ്. ഹദീസ് 17 അൻ അബ്ദുല്ലാഹ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിഖൗമിൻ യതഖല്ലഫൂന അനിൽ ജുമുഅ. ജുമുഅക്ക് പിന്തി നിൽക്കുന്നവരുടെ ഒരു സമൂഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഖദ് ഹമംതു അൻ ആമുറ റജുലൻ യുസല്ലി ബിന്നാസി ثم أحرق على رجال يتخلفون عن الجمعة بيوتهم. ലഖദ് ഹമംതു നിശ്ചയം ഞാൻ ചിന്തിച്ചു പോയി, അൻ ആമുറ റജുലൻ ഒരാളോട് കൽപ്പിക്കാൻ, യുസല്ലി ബിന്നാസി ജനങ്ങൾക്ക് ഇമാമായിട്ട് നിന്ന്, സുമ്മ എന്നിട്ട് വഹര്യഖ അലാ റിജാലിൻ ആ വ്യക്തികളെ കരിച്ചു കളയാൻ, കത്തിച്ചു കളയാൻ, യതഖല്ലഫൂന അനിൽ ജുമുഅത്തി ബിയൂത്തഹും അതായത് അവരുടെ വീടുകളിൽ തങ്ങി നിന്നിട്ട് ജുമുഅക്ക് പിന്തി നിൽക്കുന്ന, ജുമുഅക്ക് മസ്ജിദിൽ വരാത്ത ആ ആളുകളെ കത്തിച്ചെങ്കിലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി എന്ന്. ജമാഅത്ത് നിസ്കാരത്തിന് ഹാജരാകാത്തവരെ സംബന്ധിച്ചും സമാനമായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഹദീസ് 18 അൻ അബ്ദുല്ലാഹ് ഖാല കുന്നാ നഖൂലു ഫി തശഹുദി അസ്സലാമു അലല്ലാഹ്, അസ്സലാമു അലാ ജബ്രായീൽ, അസ്സലാമു അലാ മീകായീൽ. കുന്നാ നഖൂലു ഫി തശഹുദ് ഞങ്ങൾ തശഹുദിൽ അത്തഹിയ്യാത്തിൽ പറയുമായിരുന്നു, നിസ്കാരത്തിൽ, അസ്സലാമു അലല്ലാഹ് അള്ളാഹുവിൻ്റെ മേൽ സലാം ഉണ്ടാകട്ടെ, അസ്സലാമു അലാ ജബ്രായീൽ ജബ്രായീലിൻ്റെ മേൽ സലാം ഉണ്ടാകട്ടെ, അസ്സലാമു അലാ മീകായീൽ മീകായീലിൻ്റെ മേൽ സലാം ഉണ്ടാകട്ടെ. ഫഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ലാ തഖൂലു അസ്സലാമു അലല്ലാഹ്, അസ്സലാമു അലല്ലാഹ് നിങ്ങൾ പറയരുത്, അതായത് അള്ളാഹുവിൻ്റെ ശാന്തി അള്ളാഹുവിൻ്റെ മേൽ ഉണ്ടായിരിക്കട്ടെ എന്ന്, അല്ലെങ്കിൽ രക്ഷ ഉണ്ടായിരിക്കട്ടെ എന്ന്. ഫഇന്നല്ലാഹു അസ്സലാം കാരണം അള്ളാഹു അസ്സലാമാണ്. അസ്സലാം എന്ന് പറഞ്ഞാൽ ന്യൂനതകളിലൊക്കെ നിന്നൊക്കെ മുക്തൻ എന്നും അർത്ഥമാകും. വലാകിൻ ഖൂലു പക്ഷേ നിങ്ങളിങ്ങനെ പറയൂ. അപ്പോൾ അത്തഹിയാത്ത് നമുക്ക് പഠിപ്പിക്കുകയാണ്, അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്വയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു. തഹിയാത്ത് എല്ലാ തൃക്കാഴ്ചകളും ലില്ലാഹി അള്ളാഹുവിനുള്ളതാണ്. വസ്സലവാത്തു എല്ലാ അനുഗ്രഹങ്ങളും, അതേപോലെ വത്വയ്യിബാത്തു എല്ലാ നല്ല കാര്യങ്ങളും. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു അല്ലയോ നബിയെ താങ്കൾക്ക് അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ, വറഹ്മത്തുള്ളാഹി അള്ളാഹുവിൻ്റെ കരുണയും അനുഗ്രഹവും, വബറകാതുഹു അവൻ്റെ ബറക്കത്തുകളും, അസ്സലാമു അലൈന നമ്മുടെ മേൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടായിരിക്കട്ടെ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ സജ്ജനങ്ങളായിട്ടുള്ള അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ മേലും. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. വ അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു നിശ്ചയം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ അബ്ദ് ദാസനും അവൻ്റെ റസൂൽ ദൂതനും ആണ് എന്ന്. ഇവിടെ അത്തഹിയാത്ത് ശ്രദ്ധിക്കുക. അത്തഹിയാത്തിൻ്റെ വചനങ്ങൾ എങ്ങനെയാണ്? പല നിലക്ക് വന്നിട്ടുണ്ട്, പല സ്വഹാബികളിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളോടുകൂടി. ഇവിടെ ഇപ്പോൾ ഉദ്ധരിച്ചത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ടാണ്. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട് പ്രകാരം അത്തഹിയാത്ത് ഇങ്ങനെയാണ്: അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു
അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരമുള്ള തഹിയ്യാത്താണ് ഷാഫി മദ്ഹബിൽ അഫ്ളലായിട്ട് പറയുന്നത്, കൂടുതൽ ശ്രേഷ്ഠകരമായിട്ട്. അഹ്ലുൽ ഹദീസൊക്കെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു നിന്നുള്ള റിപ്പോർട്ടിനാണ് കൂടുതൽ ശ്രേഷ്ഠത കൽപ്പിക്കുന്നത്. അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്വയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇനി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട് പ്രകാരം അത്തഹിയ്യാത്തു ത്വയ്യിബാത്തു സ്വലവാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട് പ്രകാരം അത്തഹിയ്യാത്തു ലില്ലാഹി സാക്കിയത്തു ലില്ലാഹി ത്വയ്യിബാത്തു സ്വലവാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു.